ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വഴുതനങ്ങ വെച്ചിട്ട് അധികം ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു വഴുതനങ്ങ ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഇതുവരെയും കഴിച്ചതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു വഴുതനങ്ങ ചില്ലി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ റെസിപ്പി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വഴുതനങ്ങ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്, എങ്കിലേ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി ഇതൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 30 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു നിറത്തിലാണ് കേട്ടോ ഇതിൻ്റെ വെള്ളം കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ആക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള വഴുതന കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കോട്ടിങ് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കൊരു 1/2 കപ്പോളം വെള്ളം വേണ്ടി വന്നു ഇതൊരു പാകത്തിന് മിക്സായി കിട്ടാൻ. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കേട്ടോ മിക്സാക്കി കൊടുക്കാൻ. വെള്ളം കൂടിപ്പോയാൽ ഇതിൽ കോട്ടിംഗ് ഒന്നും ശരിക്കും പിടിക്കില്ല. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ കേട്ടോ. അപ്പോൾ വഴുതനങ്ങയിലൊക്കെ നന്നായിട്ട് മസാല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെയിറ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ തന്നെ വേണം കേട്ടോ, വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണ എടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറ്റം വരും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോ പീസ് ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനായിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ 2 വശവും ഒരേപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള വഴുതനങ്ങയും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാ വഴുതനങ്ങയും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതുപോലെ കുറേശ്ശെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് വിടിയിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ 2 സവാള, മീഡിയം സൈസുള്ള 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി കുറച്ച് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം, എങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂണ് സോയാ സോസും 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് വിനാഗിരിയും 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി വഴുതനങ്ങ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇനിയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു വഴുതനങ്ങ ചില്ലി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ മറ്റൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്രക്കും ടേസ്റ്റാണ് ഇതിന്. കാരണം ഇതൊരു എരിവും മധുരവും കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.